ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹാർവസ്റ്റ് ടി വിയിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഡിവൈൻ മിനിസ്ട്രിയുടെ ഡിവൈൻ ഹാർവസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് MKV മണീന്ദ്രകുമാർ വാഴിച്ചൻ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും നിങ്ങളുമായി ദൈവവചനം ചിന്തിപ്പാൻ ദൈവം ഇടയാക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങൾ പ്രതികൂലം നിറഞ്ഞതും പ്രശ്നസങ്കീർണവുമായ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളുമായിരുന്നു. അവിടെയൊക്കെയും ദൈവം നമ്മെ വിടിവിച്ച വലിയ ദയയ്ക്കായി നാം ദൈവത്തിന് നന്ദി കരയേറ്റിയിരിക്കുന്നു. ഒരു പുതിയ ചിന്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. അതിനാധാരമായി ഒരു വചനം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 19-ാമത് ദൈവവചനമാണ്. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇവിടുത്തെ ഓമനകുമാരനെ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് കർത്താവെ, ഹാർവസ്റ്റ് ടി വിയിലൂടെ ദൈവജനത്തോട് സംസാരിപ്പാൻ ദൈവയിടയാക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ നല്ല ചിന്ത ഞങ്ങൾക്ക് തരണം. അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഈ ചിന്തയ്ക്ക് നീരുറവെന്നാണ് ഇതിൻ്റെ പേര്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്രേസമ്മ എന്ന പേരുള്ള റിട്ടയർഡ് HM ആണ്. പ്രിയ കർത്തൃദാസി തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്കടുത്ത് കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അവർ ശാരീരികമായി വളരെ ക്ഷീണാവസ്ഥയിൽ ആയിരുന്ന വേളയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അവരുടെ കൊച്ചുമകന് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നത്തേതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ തുടർമാനം വരുന്ന എപ്പിസോഡുകളിൽ എൻ്റെ അനുഭവങ്ങളോടുള്ള ബന്ധത്തിലാണ്. വളരെ കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, രോഗങ്ങൾ കഴിഞ്ഞ 30 വർഷക്കാലം സുവിശേഷ വേലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെയെല്ലാം ദൈവം എന്നെ നിലനിർത്തിയത് ഓരോ കഷ്ടത്തിൽ ഓരോ പാട്ടുകളാണ്. തുടർമാനം അതിൽ ചില പാട്ടുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ ഈ ചിന്തയുടെ അവസാന ഭാഗത്ത് ആ പാട്ട് ഞങ്ങൾ ചേർന്ന് പാടുന്നതാണ്. ഇവിടെ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ചിന്ത തുടങ്ങുന്നത്. അബ്രഹാമിൻ്റെ ഭാര്യ സാറ, അവർക്ക് മക്കളില്ലായിരുന്നു. ദൈവം അവരെ വിളിച്ച് കാണിപ്പാൻ്റെക്ക് ദേശത്തേക്ക് യാത്രയായി. കാണിപ്പാൻ്റെക്ക് ദേശം എങ്ങനെയുള്ളതെന്നോ എവിടെയാണെന്നോ അവരറിയാതെ വിശ്വാസത്താൽ അവർ യാത്ര പുറപ്പെട്ടു. 24 വർഷങ്ങൾ കാത്തിരുന്നു. 24-ാമത്തെ വർഷം ദൈവം അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. അബ്രഹാമിന് വീടില്ലായിരുന്നു. കൂടാരമടിച്ച് താമസിക്കുന്ന താൻ ഒരിക്കൽ നോക്കിയപ്പോൾ 3 ദൂതന്മാർ വരുന്നത് കണ്ടു. അവരെ സൽക്കരിച്ചു, വൃക്ഷച്ചുവട്ടുകളിലിരുത്തി, അവരുടെ കാലുകൾക്ക് വെള്ളം നൽകി, ഭക്ഷിപ്പാൻ കൊടുത്തു. പോകാൻ നേരത്ത് ദൂതൻ പറഞ്ഞു, അടുത്ത വർഷം നിൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ തന്നെ വളരെ പ്രായാധിക്യം നിറഞ്ഞിരിക്കുന്ന ഈ വേളയിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. സാറ മനസ്സിൽ ചിന്തിച്ചു കാണും, ഞാൻ വയോവൃദ്ധയായിരിക്കുന്ന എനിക്കിനി യൗവനമുണ്ടാകുമോ? എനിക്കിനി മക്കളെ പ്രസവിക്കാൻ കഴിയുമോ? ഒരു 100,000 ചിന്തകൾ സാറായുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. എങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് വായിക്കുന്നു. അബ്രഹാമിൻ്റെ വീട്ടിലെ ഒരടിമയായിരുന്നു ഹാഗാർ. മിസ്രൈമിൽ നിന്ന് അമീമേലക്കിൻ്റെ ദേശത്തുനിന്ന് ലഭിച്ചവരിൽ ഒരാളാണ് ഹാഗാർ. അവൾ യൗവനക്കാരിയാണ്, സാറായുടെ ദാസിയാണ്. അബ്രഹാമിന് ഇവൾ മകളെപ്പോലെയായിരുന്നു. എന്നാൽ ഈ 1 വർഷമൊന്നും സാറ കാത്തിരിക്കുവാൻ തയ്യാറായില്ല. നാട്ടു നടപ്പനുസരിച്ച് സാറ പറഞ്ഞു അബ്രഹാമിനോട്, പുത്രോത്പാദനത്തിനായി എൻ്റെ ദാസിയെ നിൻ്റെ അടുക്കിലേക്ക് അയക്കാം. നീ അവളെ പരിഗ്രഹിച്ച് അവളിൽ ജനിക്കുന്ന മകനായിരിക്കും ദൈവം എന്നോട് പറഞ്ഞ ഇസഹാക്ക്. എന്നാൽ ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം മാറുമോ? ഒരിക്കലുമില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറാൻ മനുഷ്യനല്ല, മനുഷ്യഹൃദയമുള്ളവനുമല്ല. ദൈവം പറഞ്ഞ സമയമായപ്പോൾ സാറ പ്രഗ്നൻസിയായി. അതേസമയം ഹാഗാറും പ്രഗ്നൻ്റായി. ഈ സമയത്ത് വളരെ പ്രതികൂലങ്ങൾ സാറായിൽ നിന്ന് ഹാഗാർ അനുഭവിക്കേണ്ടി വന്നു. ഒരിക്കൽ വീട് വിട്ട് മരുഭൂമിയിൽ ചെന്ന്
കാഹാർ തേങ്ങിക്കരയുന്ന സാഹചര്യങ്ങൾ ഈ പുസ്തകത്തിൽ വായിപ്പാൻ ഇടയായിട്ടുണ്ട്. അവിടെ ദൈവദൂതൻ ഇറങ്ങി വന്ന്, കാഹറേ, നീ കരയുന്നതെന്ത്? നീ പോയി നിൻ്റെ യജമാനത്തിയുടെ നിരന്നുകൊള്ളുക. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സാറായും പ്രസവിച്ചു, കാഹാറും പ്രസവിച്ചു. കാഹാർ പ്രസവിച്ച് അവന് ഇസ്മായിൽ എന്ന് പേരിട്ടു. സാറ പ്രസവിച്ചു, അവന് ഇസഹാക്ക് എന്ന് പേരിട്ടു. രണ്ടുപേരും ഒരു വീട്ടിൽ കഴിയുകയാണ്. ഇപ്പോൾ തികച്ചും കാഹാർ സാറായുടെ കണ്ണിൽ നിന്ദതയായിത്തീർന്നു. സാറ കാഹാർ എന്ത് ചെയ്താലും കുറ്റമാണ്. എപ്പോഴും അവളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവളുടെ കുട്ടിയെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ മറ്റൊരു കാര്യം, ഇസഹാക്കിനെ ഇസ്മായേൽ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പല വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഞാൻ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അപ്പോൾ സാറ പറഞ്ഞു, വാഗ്ദത്ത സന്തതിയോടുകൂടെ പരദേശി അവൻ അല്ലെങ്കിൽ ഇസ്മായിൽ അവകാശം പ്രാപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവളെ ഇറക്കിവിടണം. കാഹാറിനെയും മകനെയും ഇപ്പോൾ തന്നെ ഇറക്കിവിടണമെന്ന് സാറ വാശി പിടിച്ചു. എന്നാൽ ഇപ്പോഴാണ് അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചത്. അപ്പോൾ ദൈവം പറഞ്ഞു, സാറ പറയുന്നത് നീ ചെയ്യുക. സാറ പറയുന്നത് കേട്ടിട്ടാണല്ലോ ഈ കാര്യത്തിനൊക്കെ ഒരുങ്ങിയത്. അതുകൊണ്ട് സാറ പറയുന്നത് പോലെ അങ്ങനെ അബ്രഹാം ഒരു ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും കുറേ അപ്പക്കഷ്ണങ്ങളും കുട്ടിയെയും എടുത്ത് കാഹാറിൻ്റെ കയ്യിൽ പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളുക. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നീ അറിയുന്നതല്ലേ, എവിടെയെങ്കിലും പൊയ്ക്കൊള്ളുക. എവിടെ പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്നലെ വരെ ഒരടിമയായി കഴിഞ്ഞിരുന്നുവെങ്കിലും അവൾക്ക് ഉടമസ്ഥൻ്റെ കീഴിലായിരുന്നു. ഇന്നിപ്പോൾ ഉടമസ്ഥനില്ല. ഞാൻ സ്വതന്ത്രയായിരിക്കുകയാണ്. അബ്രഹാം കൊടുത്ത അപ്പവും അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവും തൻ്റെ പിഞ്ചോമനെയും വഹിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ അവൾ ബെത്സേബ മരുഭൂമിയിലൂടെ ഉഴന്നു നടന്നിട്ട് നീങ്ങുന്ന മണലാരുണ്യം പകലോൺ ശക്തിയോടെ കത്തിജ്വലിക്കുന്നു. മണൽത്തരികളെല്ലാം കനൽക്കട്ടകൾ പോലെ. ശക്തമായ ചൂട്, എവിടെ പോകണമെന്നറിയില്ല. മരുഭൂമിയിൽ പതിയിരിക്കുന്ന കഴുകന്മാർ. കയ്യിലുള്ള വെള്ളവും കയ്യിലുള്ള അപ്പവും സ്വന്തം കുഞ്ഞിന് കൊടുത്തു. ഇവിടെയാണ് ഒരു മാതാവ് തൻ്റെ കുഞ്ഞായിരിക്കുന്ന തൻ്റെ പുഞ്ചോമനയ്ക്ക് എന്ത് ത്യാഗം സഹിച്ചും അതിനെ സംരക്ഷിക്കുവാൻ പല മാതാപിതാക്കളും പാടുപെടുന്നുണ്ട്. പല അമ്മമാർ മാനം രക്ഷിക്കുവാൻ കുഞ്ഞുങ്ങളെ തെരുവീതിയിൽ വലിച്ചെറിയുമ്പോൾ മറ്റു ചില അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ എന്തെല്ലാം പെടാപ്പാട് പെടുന്നു. എന്നാൽ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ ഉണ്ണാതെ ഉറങ്ങാതെ മുണ്ട് മുറുക്കി ഉടുത്ത് ശേഖരിച്ച് വെച്ച് സ്വരൂപിച്ച് വീടുണ്ടാക്കി വസ്തുവുണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി കഴിയുമ്പോൾ ഈ മാതാപിതാക്കൾ വൃദ്ധരായി തീരുകയാണ്. അവർക്ക് വൃത്തിയില്ലെന്നും അവർക്ക് വിദ്യാഭ്യാസമില്ലെന്നും അവർക്ക് പേഴ്സണാലിറ്റി ഇല്ലെന്നും പറഞ്ഞ് ഈ മക്കൾ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുന്ന എത്രയോ കഥകളുണ്ട്. വൃദ്ധസദനത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സ്വന്തം മക്കളെ ഒന്ന് കാണുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കുവാൻ ഈ മാതാപിതാക്കൾ എത്രയോ വെമ്പൽ കൊള്ളുന്നു. എൻ്റെ മകനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, എൻ്റെ മകളൊന്ന് വിളിച്ചിരുന്നു എങ്കിൽ അവരോട് കൂടെ അല്പം കഴിയുവാൻ. ഈ മക്കൾ പിച്ച വെച്ച് നടക്കുവാൻ അച്ഛൻ്റെ വിരൽ തുമ്പിൽ പിടിച്ചല്ലേ പിച്ച വെച്ച് നടന്നത്. അവർ ദാഹം പോക്കിയത് ഈ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചല്ലേ. പിച്ച വെച്ച് നടന്ന, പിച്ച വയ്ക്കുവാൻ കൈ കൊടുത്ത അച്ഛൻ്റെ കരങ്ങൾ ഇന്നെവിടെ? താൻ കുടിച്ച അമ്മിഞ്ഞപ്പാലിൻ്റെ ഉടയവൾ ഇന്നെവിടെ? അവർ വൃദ്ധസദനത്തിലാണോ? അവർ അമ്മക്കിളിക്കൂട്ടിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, അവർ നോക്കി നടത്തിയ വസ്തുവും വീടും പേപ്പറിൽ സ്വന്തം പേരിലാക്കിയിട്ട് അവരെ അമ്മക്കിളിക്കൂട്ടിലും വൃദ്ധസദനങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന മക്കൾ. ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, പോട്ടെ, ഞാൻ ആ ഭാഗം വിട്ടിട്ട് കാഹറിലേക്ക് മടങ്ങി വരികയാണ്. കയ്യിലുള്ള അപ്പകഷ്ണങ്ങൾ തീർന്നു, തുരുത്തിയിലെ വെള്ളം തീർന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. ശക്തമായ ചൂടിൽ ബാലൻ കുഴഞ്ഞുപോയി. എനിക്ക് ദാഹിക്കുന്നു. കുഞ്ഞിപ്പോൾ മരിക്കുമെന്ന് അവൾ ആഗ്രഹിച്ച് അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിലിട്ടു.
കയ്യിലെ വെള്ളം തീർന്നു, അപ്പക്കഷ്ണങ്ങളും തീർന്നു. കുഞ്ഞ് അപ്പത്തിനായിട്ട് വെള്ളത്തിനായിട്ടും വാതുറന്നു. അമ്മേ, ഇതാ കുട്ടി മരിക്കുമെന്ന സ്ഥിതിയായി. ശക്തമായ ചൂടിൽ അവൻ വാടിത്തളർന്നു പോയി. എൻ്റെ കയ്യിലിരുന്ന് മരിക്കല്ലേ എന്ന് അവൾ 100 പ്രാവശ്യം പ്രാർത്ഥിച്ചിരിക്കാം. ദൈവമേ, എൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ അവസ്ഥ എന്താണ്? എനിക്കിങ്ങനെ വന്നതിൻ്റെ കാരണം എന്താണ്? കാഹർ പല കാരണങ്ങൾ ചിന്തിച്ചു. കുട്ടിയുടെ മരണം കാണണ്ട എന്ന് കരുതി ഒരു കുറുങ്കാട്ടിലിട്ടിട്ട് ഒരമ്പയും പാട് ദൂരെ, ഒരു കല്ലേറ് ദൂരെ അവൾ മാറിയിരുന്ന് കരയുകയാണ്. അവൾ കരയുന്നത്, എൻ്റെ അവസ്ഥകൾ ഇങ്ങനെ ആകുവാൻ എന്താണ് കാരണം? എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണരുതേ കർത്താവേ എന്ന് അവൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ സമയത്ത് ദൈവം അവളുടെ കണ്ണു തുറന്നു. ദൈവം അവളുടെ കണ്ണു തുറന്നു, ഒരു നീരുറവ കണ്ടു. ഈ ബാലൻ അവിടെ കിടന്ന് നിലവിളിക്കുന്നു. ഈ ഇസ്മായിൽ അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ ബാലൻ്റെ നിലവിളി കേട്ടു എന്നാണ് മേലെ എഴുതിയിരിക്കുന്നത്. ദൈവം അവളുടെ കണ്ണു തുറന്നു. അതുവരെയും എന്നെ കാണുവാൻ ആരുമില്ലല്ലോ, എന്നെ അറിയുവാൻ ആരുമില്ലല്ലോ, എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ വിളിക്കുവാൻ, തിരികെ വിളിക്കുവാൻ യജമാനത്തി വരും, എൻ്റെ യജമാനൻ വരുമെന്നൊക്കെ അവൾ പ്രതീക്ഷിച്ചു. ആരും വന്നില്ല. പക്ഷേ കാഹാറിനെ വിളിച്ച ദൈവം സ്വർഗത്തിലെ ദൈവമാണ്. അവളുടെ കഷ്ടത കണ്ട്, അവരുടെ നിരാശ കണ്ട്, അവരുടെ കണ്ണുനീര് കണ്ട്, കുഞ്ഞിൻ്റെ മരണാവസ്ഥ കണ്ട്, തകർന്നു പോയ അവസ്ഥയുടെ നടുവിൽ ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ കണ്ണു തുറന്നു നോക്കിയത് ഒരു ഉറവ. മരുഭൂമിയുടെ അവസ്ഥയിൽ ഉറവ തുറക്കുവാൻ കഴിവുള്ള ദൈവം. എന്നാൽ പ്രിയരെ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ ഉറവ തുറന്ന അനവധി ഗാനങ്ങൾ ദൈവം എനിക്ക് നൽകി. ഒരു ഗാനം ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആ മനോഹരമായ മൺനീർ തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു. ആ മനോഹരമായ ഗാനം ഇതിൻ്റെ അവസാന ഭാഗത്ത് കേൾക്കുകയാണ്. ദൈവം ഒരു നീരുറവ തുറന്നു. ഞാൻ പറയട്ടെ, ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുകയല്ലേ? യഹോവ നിങ്ങൾക്കൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. ILTC എഴുതി പരാജയപ്പെട്ടിരിക്കുകയല്ലേ? നിൻ്റെ പരീക്ഷയിൽ ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സിനെ റിന്യൂ ചെയ്യുവാൻ അവനൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. തടഞ്ഞു വച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രമോഷനിൽ ദൈവം ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അവന് ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ദൈവം ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുവോ? കണ്ണു തുറന്ന് ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ആ നീരുറവ കണ്ടു. എന്നെ കേൾക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ പോവുകയാണ്. മരുഭൂമിയിൽ ഉറവ തുറക്കുവാൻ കഴിയുമോ? അതെ. ഇന്ന് പ്രിയമുള്ളവർ, സൗദി അറേബ്യയിൽ മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് യഹോവ തുറന്ന ഉറവ ഇതുവരെയും അടഞ്ഞു പോയിട്ടില്ല. അനവധി സ്നേഹിതരവിടെ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ട്. അനവധി ഇസ്ലാമിക സഹോദരന്മാർ അവിടെ പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം തുറന്ന ഉറവ ഇതുവരെയും ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. പകലോൻ എത്ര ശക്തിയോടെ ജ്വലിച്ചാലും, എത്ര 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 ശക്തിയേറിയ വേനലുകൾ വന്നാലും, യഹോവ ഒരു ഉറവ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ആ ഉറവ നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അവന് ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ആയുസ്സിലൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഭവനത്തിലൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി, എല്ലാം തകർന്നു എന്ന് കരുതി, എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിരാശപ്പെട്ടു പോകേണ്ട. അവൻ നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, വാത്സല്യ മാതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറവ, നിങ്ങളുടെ ബിസിനസ്സിൽ അതേ ഒരു ഉറവ തുറക്കുവാൻ പോകും. അതെ, നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ ആഗ്രഹിക്കുന്നു, ഒരാത്മീക ഉറവ, ഒരു സ്പിരിച്വൽ നദി, ഒരാത്മീക ജലാശയം അവൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകും. ദൈവം അവളുടെ കണ്ണ് തുറന്നു നോക്കി ഒരു ഉറവ പൊങ്ങി വരികയാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി, നിലവുകൾ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി, ധനം നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത പ്രിയ ഗ്രേസമ്മ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കൊച്ചുമകന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കും, നിശ്ചയമായിട്ട് ഉറവ തുറക്കും. നിങ്ങൾ ശ്രവിച്ച ഈ പാട്ടുണ്ടല്ലോ, മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു. അതേ, വൈരികൾ എന്നെ പിന്തുടർന്നാലും യാക്കോബിൻ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ പാട്ടിലൂടെ ഈ ഗാനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മീക ഉറവ തുറക്കുവാൻ പോവുകയാണ്. ഒരാത്മീക ഉറവ, ഒരു ഭൗതിക ഉറവയേക്കാൾ ഉപരി ഒരാത്മീക ഉറവയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് ഈ സമയത്ത് നിങ്ങളെ ഒന്ന് സമർപ്പിക്കുമോ? നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് സമർപ്പിക്കുമോ? അതെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറവ തുറക്കുവാൻ മതിയായ ദൈവമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്ഥാനത്ത്, എല്ലാം നശിച്ചുപോയി എന്ന് കരുതിയ സ്ഥാനത്ത്, ഇനി ജീവിതത്തിലൊരു വിടുതലില്ല എന്ന് കരുതിയ സ്ഥാനത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറക്കുവാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ ഓമനകുമാരൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് കർത്താവേ, പ്രിയ ഗ്രേസ് അമ്മ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസി സ്പോൺസർ ചെയ്ത ഈ പ്രോഗ്രാം മൂലം അനവധി പേർക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ, ആശ്വാസമുണ്ടാകുന്നുവെങ്കിൽ കർത്താവേ, തൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ശാരീരിക സ്ഥിതികളെ ദൈവം മാറ്റണം. അവരുടെ കൊച്ചുമകന് ദൈവമേ എത്രയും വേഗം ഒരു ജോലി കൊടുക്കണം. അവൻ്റെ കുടുംബത്തിനെ, കുഞ്ഞിനെ, അവൻ്റെ മാതാവിനെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രത്യേകാൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വാത്സല്യ ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു ഉറവ തുറക്കണമേ കർത്താവേ. ബിസിനസ്സിൽ ഒരു ഉറവ തുറക്കണമേ, ഉദ്യോഗത്തിൽ ഉറവ തുറക്കണമേ, വിദ്യാഭ്യാസത്തിൽ ഉറവ തുറക്കണമേ, കുടുംബജീവിതത്തിൽ ഉറവ തുറക്കണമേ, മിനിസ്ട്രിയിൽ ഉറവ തുറക്കണമേ കർത്താവേ. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിച്ചത് ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും ഡിവൈൻ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെ ഡിവൈൻ ഹാർവസ്റ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിളിക്കണം. മാത്രമല്ല, നിങ്ങളൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം. ഈ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ്. എത്ര ചെറിയ നന്മയും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഈ മിനിസ്ട്രിയുടെ അനുഗ്രഹത്തിന് വേണ്ടി, മിനിസ്ട്രിയുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളാലാകുന്ന സഹായങ്ങൾ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സമയം ഞാൻ ചെയ്തൊരു പാട്ടിൻ്റെ 2-3 ചരണം പാടുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഡിവൈൻ ഹാർവസ്റ്റ് എന്ന മ്യൂസിക് ടീമിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ, അനുഗ്രഹീതനായ സംഗീത സംവിധായകൻ ലിജോ ലൂക്കും റെജി അമ്പലവും ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പാടുകയാണ്. മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു. വളരെ കഷ്ടം നിറഞ്ഞ, കണ്ണുനീർ നിറഞ്ഞ, വേദന നിറഞ്ഞ ദിനങ്ങളിൽ ദൈവം എനിക്ക് ആശ്വാസമായി, സമാധാനമായി നൽകിയ ആ മനോഹര ഗാനം കേൾക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്താം. തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു. മാന്നീർ തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു. വൈരികൾ എന്നെ പിന്തുടർന്നാലും യാക്കോബിൻ ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. വൈരികൾ എന്നെ പിന്തുടർന്നാലും യാക്കോബിൻ ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. മാന്നീർ തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു. അമ്മ മറക്കും ഉറ്റവരും നിൻ സ്വന്ത പിതാവും കൈവെടിയും. അമ്മ മറക്കും ഉറ്റവരും നിൻ സ്വന്ത പിതാവും കൈവെടിയും. കൂട്ടുകാരും നിന്നെ നിന്ദിച്ചിടിയിലും കർത്താവ് നിന്നെ ചേർത്തുകൊള്ളും. കൂട്ടുകാരും നിന്നെ നിന്ദിച്ചിടിയിലും കർത്താവ് നിന്നെ ചേർത്തുകൊള്ളും. മാന്നീർ തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനായി കാത്തിരിക്കുന്നു.
മറക്കുകയില്ല കാൽവരിനാഥൻ ഈ മരുവിൽ കൈവിടുകില്ല മറക്കുകയില്ല കാൽവരിനാഥൻ ഈ മരുവിൽ ആണിപ്പാടുള്ളവൻ കരം നീട്ടി ദുർഘടമേടുകളിൽ താങ്ങിടും ആണിപ്പാടുള്ളവൻ കരം നീട്ടി ദുർഘടമേടുകളിൽ താങ്ങിടും മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനെ കാത്തിരിക്കുന്നു വിശ്വാസത്തിൻ പരിശോധനയിൽ നീയെ നഷ്ടങ്ങളേറെ വരുത്തിടുമ്പോ വിശ്വാസത്തിൻ പരിശോധനയിൽ നീയെ നഷ്ടങ്ങളേറെ വരുത്തിടുമ്പോ സ്വർഗത്തിൽ സൂക്ഷിക്കും ശ്രേഷ്ഠാവകാശം കർത്തൻ വരവിൽ നൽകി മാനിച്ചിടും സ്വർഗത്തിൽ സൂക്ഷിക്കും ശ്രേഷ്ഠാവകാശം കർത്തൻ വരവിൽ നൽകി മാനിച്ചിടും മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനെ കാത്തിരിക്കുന്നു സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കയ്യിൽ കുരുത്തോല ഏന്തിടുമ്പോ സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കയ്യിൽ കുരുത്തോല ഏന്തിടുമ്പോ എണ്ണിക്കൂടാത്ത പുരുഷാരത്തിൻ നടുവിൽ ഇഴയുമെന്നു കാണും ഹല്ലേലൂയ എണ്ണിക്കൂടാത്ത പുരുഷാരത്തിൻ നടുവിൽ ഇഴയുമെന്നു കാണും ഹല്ലേലൂയ മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനെ കാത്തിരിക്കുന്നു മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനെ കാത്തിരിക്കുന്നു മാന്നീർത്തോടിനായി കാക്ഷിക്കും പോലെ ഞാൻ എൻ്റെ യേശുവിനെ കാത്തിരിക്കുന്നു